ഹലോ ഗൈസ്, ഇപ്പോൾ വരുന്ന ബിഗ് അപ്ഡേറ്റ് അനുസരിച്ച് സഞ്ജു സാംസൺ സിംബാബ്വെക്കെതിരെ 25-ന് ഓപ്പണിംഗ് പൊസിഷനിലിറങ്ങും. തിലക് വർമ്മയാണ് സഞ്ജു സാംസന് വഴിമാറേണ്ടി വരിക. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടിയിട്ട് ഇനി നമുക്ക് കാണാൻ സാധിക്കും. തിലക് വർമ്മയുടെ മെല്ലെ പോക്കാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരം മുതൽ എല്ലാ മത്സരത്തിലും ഇന്ത്യക്ക് സ്കോർ ഉയർത്തുന്നതിൽ വളരെ തടസ്സമായി മാറിയത്. അപ്പോൾ സഞ്ജു സാംസൺ ടീമിലേക്ക് വരികയും വാഷിംഗ്ടൺ സുന്ദറും പുറത്തു പോകും. അതിന് വരെ അക്സർ പട്ടേൽ ടീമിലേക്ക് വരും. ഇഷാൻ കിഷൻ 1 ഡൗൺ പൊസിഷനിലേക്ക്, തിലക് വർമ്മയുടെ പൊസിഷനിലേക്കും വരും. ഇതാണ് ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്ന ബിഗ് അപ്ഡേറ്റ്. ഇഷാൻ കിഷൻ 1 ഡൗൺ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലെഫ്റ്റ് റൈറ്റ് കോംബോ വർക്കൗട്ട് ആവുകയും ചെയ്യും. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഒരിക്കൽ കൂടി ഓപ്പണിങ്ങിലേക്ക് വരികയും ചെയ്യും. ഇനിയിപ്പോൾ തിലക് വർമ്മ കളിക്കുകയാണെങ്കിൽ തന്നെ റിങ്കു സിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ടീമിൽ നിന്ന് പോകാൻ സാധ്യത. സൂര്യകുമാർ യാദവ് 4-ാം പൊസിഷനിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അഭിഷേക്, സഞ്ജു ഒരു ഓപ്പണിംഗ് നമുക്ക് സിംബാബ്വെക്കെതിരെ കാണാൻ സാധിക്കും. ഇന്ത്യക്ക് മസ്റ്റ് വിൻ മാച്ചാണ്. അതുകൊണ്ട് എന്തായാലും ഇതിൽ മാറ്റങ്ങൾ വരുത്തി പറ്റൂ. നല്ല സ്കോറും ജയിക്കണം. മിനിമം ഒരു 60-70 റണ്ണർ ജയിച്ചാൽ ഇന്ത്യക്ക് അടുത്ത കളി ജയിച്ചാൽ സിമ്പിളായിട്ട് സെമിയിലേക്ക് കയറാൻ സാധിക്കും.